മൃഗങ്ങൾ മനുഷ്യരെ സഹായിക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിലെ പോർട്ട് ഫീഡലില് ഡേവിഡ്സൺ ഫാമിലിയിൽ അവരുടെ ഫാമിലി ബിസിനസ്സിൽ സഹായിച്ചു കൊണ്ടിരുന്നത് ഒരു കില്ലർ വെയിൽ അഥവാ ഒരു ഓർക്കയാണ്. ഓൾഡ് ടോം എന്നായിരുന്നു ആ ഓർക്കയുടെ പേര്. ഡേവിഡ്സൺ ഫാമിലി ജനറേഷൻസ് ആയി ചെയ്തുകൊണ്ടിരുന്നത് വെയിലിംഗ് ആയിരുന്നു. വെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എണ്ണ എടുക്കുവാനായിട്ട് തിമിംഗലങ്ങളെ വേട്ടയാടുന്ന പരിപാടി ഈ ഒരു ഓൾഡ് ടോം ഉണ്ടല്ലോ, ഒരു സംഘം ഓർക്കകളുടെ തലവനായിരുന്നു. ഓരോ വെയിലിംഗ് സീസൺ ആവുമ്പോഴും എങ്ങനെയെന്നറിയില്ല ഓൾഡ് ടോം തൻ്റെ സംഘം ഓർക്കകളുമായിട്ട് പോർട്ടിലെത്തും. എന്നിട്ട് ഈ വെയിലുകളെ ഓട്ടിച്ച് അവർ പോർട്ടിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അവരെ വെയിലിംഗിൽ സഹായിക്കുകയും ചെയ്യും. ഇവർക്കിടയിൽ ചില അണ്ടർടൺ റൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവരിപ്പോൾ വേട്ടയാടുന്ന തിമിംഗലത്തിന്റെ എണ്ണ എടുക്കുന്ന ഭാഗം ഒഴികെ മറ്റു ഭാഗങ്ങൾ അത്രയും ഈ ഓർക്കകൾക്ക് വിട്ടുകൊടുക്കണം എന്നൊരു നിയമമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ബോട്ടിൽ സഞ്ചരിക്കുന്ന വെയിലിംഗ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ബോട്ടിന്റെ കയറിൽ അതുപോലെ തന്നെ ഹാർഡ് പോയിന്റിലെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് പെട്ടെന്ന് നടുകടലിലെത്തിക്കും. അതുപോലെ ഏതെങ്കിലും ഒരാൾ കടലിലേക്ക് വീണു പോയാൽ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ ഒരു ഓർക്കകൾ. എന്തിനേറെ പറയണം, ഓൾഡ് ടോമിന്റെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു ഓർക്കകൾക്ക് പോലും ഇവർ പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഘം ഓർക്കകളും ഓൾഡ് ടോമും ആ കാലഘട്ടത്തിൽ വെയിലേഴ്സിനിടയിൽ പ്രശസ്തമായി. ഇന്നും ഓൾഡ് ടോമിന്റെ അസ്ഥികൂടം ഈഡൻ കില്ലർ വെയിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്, പ്രിസർവ് ചെയ്ത്. ഡോൾഫിനുകളിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ ഒരാളുമാണ് ഓർക്കകൾ. കൊലയാളി തിമിംഗലങ്ങൾ അവയുടെ വ്യതിരിക്തമായ കറുപ്പും വെളുപ്പും നിറങ്ങളിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സ്മാർട്ടും സാമൂഹികമായ ആശയങ്ങൾ ഓർക്കകളെ വൈവിധ്യമാർന്ന ആശയവിനിമയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഓരോ പോഡിനും വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ട്. അത് അതിൻ്റെ അംഗങ്ങൾക്ക് അകലെ നിന്ന് പോലും തിരിച്ചറിയാൻ കഴിയും. ആശയവിനിമയം നടത്താനും വേട്ടയാടാനും അവർ എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ കണ്ടുമുട്ടുന്നത് വരെ വെള്ളത്തിനടിയിൽ സഞ്ചരിക്കുന്ന ശബ്ദങ്ങളുണ്ടാക്കുന്നു. തുടർന്ന് അവ തിരിച്ചു വരുന്നു. അവയുടെ സ്ഥാനം, വലിപ്പം, ആകൃതി എന്നിവ വെളിപ്പെടുത്തുന്നു.